സാറേ വല്ലതും സാറേ വല്ലതും തരാനെ ഇന്നില്ല നാളെ വാ. ഇതിപ്പോ സമയം ഒരുപാടായി. കടം കിടന്ന് കൂടെയാണ്. അവസാനം പലിശയും കൂട്ടുപലിശയൊക്കെ ആവും. അതുകൊണ്ടാ പറഞ്ഞേ. സാറേ സാറെങ്കിലും വല്ലതും തോ സാറേ. നാളെ ആയിട്ട് ഓ നിങ്ങൾ റെക്കോർഡിങ് വെച്ചേക്കണം. നാളെ ആവട്ടെ ഇല്ല ഭാഗ്യക്കുറിക്കാർ വരാൻ പറയും പോലെ. എന്തോ സാറേ അത് കൊള്ളാലോ. ഇവിടെ താനിങ്ങനെ പിച്ച എടുത്ത് നടക്കാതെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിച്ചുകൂടാ? അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് സാറേ. എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുത്തനെയും കൈ കടത്തരുത്, ഒറ്റയ്ക്ക് നോക്കിക്കോണം എല്ലാം. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഭവം അത് പൊളിയും. എന്ത് കൈ കടത്താൻ പറ്റില്ല. കൈ കടത്തി കഴിഞ്ഞാൽ ആ ബിസിനസ് മേലോട്ട് പോകും. ആണോ? പിന്നെ അപ്പൊ എന്ത് ബിസിനസ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഈ കയ്യുറയുടെ ബിസിനസ്സാണ്. അപ്പൊ ആൾക്കാരുടെ കയ്യുറയിൽ നമ്മള് കൈ കടത്തി കഴിഞ്ഞാല് ബിസിനസ് മുന്നോട്ട് പോകത്തുള്ളൂ. നിന്നെ ഞാൻ ആ തമ്പാനൂര് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കണ്ടായിരുന്നു. കണ്ടായിരുന്നു. തൊട്ടടുത്ത് അവിടെ ദേവീക്ഷേത്രത്തിന്റെ അവിടെ നീ തണ്ടുന്നുണ്ടല്ലോ. ആ അതോട്ട് ഭാര്യ വേറെ ഒന്നുമല്ല. ഞാൻ ജോത്സ്യനെ കൊണ്ട് ഇങ്ങനെ ഗണിച്ചു നോക്കി. അപ്പൊ ജോത്സ്യം പറഞ്ഞ് എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് മാറി ആ ക്ഷേത്രത്തിന്റെ സൈഡിലോട്ട് പൊക്കോന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ തെണ്ടി പോകുന്നു പറഞ്ഞു. ഭയങ്കര ഈശ്വര വിശ്വാസമാണ് എനിക്ക്. സാറേ വല്ലതും താ സാറേ. എടാ എന്റെ ചേഞ്ച് ഇല്ല. ഓ കോമഡിയുടെ കാര്യത്തിലും ചേഞ്ച് ഇല്ല, കാശിന്റെ കാര്യത്തിലും ചേഞ്ച് ഇല്ല. എന്റെ പൊന്നോ ആക്കാണല്ലേ നീ ഇങ്ങനെ ആക്ക നടക്കാണ്. നിനക്ക് എന്തെങ്കിലും സമ്പാദ്യം വരണോടെ? നിനക്ക് സമ്പാദ്യം കൊള്ളാം. സമ്പാദ്യം ഉണ്ട് സാറേ. നമ്മളെ പിന്നെ തമ്പാനൂര് ടൗണില് ഒരു കിടിലം വീടല്ലേ, ഒരു കിടുക്കാച്ചി വീട് പിന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഓഹോ 5000 സ്ക്വയർ ഫീറ്റ്. 5000 സ്ക്വയർ ഫീറ്റ്? പിന്നെ 5000 സ്ക്വയർ ഫീറ്റ്. പിന്നെ ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഹാള് 18 റൂം. ഓരോ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ്. പിന്നെ അടുക്കള മാത്രമില്ല. അടുക്കളയില്ല? അതെന്ത് പറ്റി? തെണ്ടി തിന്നുന്നവൻ എന്തിനാ അടുക്കള? ആവശ്യമുണ്ട്. ബുദ്ധിയുണ്ട് സാറേ. ഭയങ്കര വിശപ്പ്. അല്ല സാ സാറേ എന്റെ സംസാരം കേട്ട എന്തോ പറയാ. നീ ആ മെസ്സിലൂടെ അല്ല അവിടെ എന്തെങ്കിലും കാണും? ഉണ്ടോ? അവിടെ കാണും. മെസ്സിൽ ചെന്നാ മതി. മധുരമുള്ള വല്ലതും കാണും. അതിന് മധുരമുള്ളത് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ അയ്യോടാ അശോ അത് അറിഞ്ഞില്ലല്ലോടാ. വാ ഓഹോ ഇതൊക്കെ നേരത്തെ പറയണ്ടേടാ. വിഷമായി പോലോടാ. അതിരിക്കട്ടെ. 10 രൂപ എന്ത് കൊള്ളാം. നിങ്ങൾ കേൾക്കണം. ഒരു 5 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇതേപോലെ തെണ്ടാൻ ചെന്ന് ഇങ്ങനെ അടുത്ത് അന്ന് എനിക്ക് 100 രൂപ 100 രൂപ. അന്ന് ചെലവൊന്നുമില്ലടാ. അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയമല്ലേടാ. അത് പോട്ടെ. ഇത് കഴിഞ്ഞിട്ട് അതിന്റെ നേരെ പിറ്റേത്തെ വർഷം ചെന്നപ്പോഴത്തെ നേരെ പകുതിയായി 50 രൂപ. അപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ? ചെലവൊക്കെ ആയില്ലേ? കല്യാണം കഴിയുമ്പോ നമ്മൾ ചെലവിച്ചിട്ട് ചുരുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേ വർഷം ചെന്നപ്പോഴത്തേക്ക് അതിന്റെ നേരെ പകുതി 25. അപ്പൊ ഒരു കുട്ടിയായില്ലടാ. അപ്പൊ അതിന് നമുക്ക് ചെലവ് കൂടുതലല്ലേ? ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നപ്പോഴത്തേക്ക് 10 രൂപ. അപ്പോഴത്തെ രണ്ടാമത്തെ കുട്ടിയായി. ഇപ്പൊ ചെലവ് ഇങ്ങനെ കൂടുതലല്ലേ? ഞാൻ അനാവത്തായിട്ട് ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്റെ പൈസ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. ഈ വല്ലവന്റെ പൈസ വെച്ച് കളിക്കുമ്പോഴേ കുറച്ചൊക്കെ ഒരു ഇത് വേണം. മനുഷ്യരാ. അതല്ലേ എന്റെ ശരി? ശരിയല്ല സാറേ. ഹലോ സാറേ. എടാ നീ ഇങ്ങനെ തെണ്ടി കിടന്നാ വല്ലവരും തരുമോ? ചില തെണ്ടികൾ തരും, ചില തെണ്ടികൾ തരത്തില്ല. എന്റെ ഉല്ലാസം മണ്ടത്തരം കാണിക്കല്ലേ. പൈസ കൊടുത്താലും തെണ്ടിയാ, പൈസ കൊടുത്തില്ലെങ്കിലും തെണ്ടിയാ. അപ്പൊ പിന്നെ പൈസ കൊടുക്കാതെ തെണ്ടിയാവുന്നല്ലേ നല്ലത്.